ഗൈസ്, ഇത് കപ്പഡോക്കിയയിൽ ഞങ്ങൾ ഹോട്ട് എയർ ബലൂണിൽ പോയ ഡേ ആണ്. രാവിലെ 4 AM റെഡിയായി ഞങ്ങളിതാ പോകുന്നു സൺറൈസ് കാണാൻ ഇൻ ഹോട്ട് എയർ ബലൂൺ. എ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു ശരിക്കും. ഹോട്ടലിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവരുടെ കാറ് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങളതേ കാറിൽ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഏർലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതേ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. പിള്ളേരെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇതാ പോവാണ് ഈ ഹോട്ട് എയർ ബലൂൺസ് മറ്റേ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. വലിയൊരു വാലിയിൽ 100 കണക്കിന് ഹോട്ട് എയർ ബലൂൺസ് അവർ ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ ചെന്നത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ ആൻഡ് വി വർ സോ എക്സൈറ്റഡ്. ഹോട്ട് എയർ ബലൂൺ ഇൻഫ്ലേഷൻ ഒരു സംഭവം തന്നെ കേട്ടോ, ഒരു തീക്കളിയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ അത് കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫയർ ആ ബലൂണിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ആ ബലൂൺസ് ലൈറ്റപ്പ് ആവുന്നത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ ആ ഹോട്ട് എയർ ബലൂണിൻ്റെ ബാസ്ക്കറ്റിൽ ഒരു കണക്കിന് ചാടിക്കയറി. ഇതേ ഇനിയാണ് മക്കളെ നമ്മൾ കാണാൻ പോകുന്ന വ്യൂ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോ. ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തരാം ആൻഡ് എൻജോയ്. എങ്ങനെ ഉണ്ടായിരുന്നു വ്യൂ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 100 കണക്കിന് ഹോട്ട് എയർ ബലൂൺസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുമ്പോണ്ടല്ലോ, ഏതോ ഒരു ഡ്രീം ലാൻഡിൽ പോയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. കിടു ആണ്, ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ആ ഹോട്ട് എയർ ബലൂൺസ് ആ സൺറൈസിൽ അങ്ങനെ കാണാനായിട്ട്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഓൾമോസ്റ്റ് 2 hours ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്. ബ്യൂട്ടിഫുള്ളായിരുന്നു. സേഫ്ലി ലാൻഡായി. ഞങ്ങളിതേ കുറച്ച് ഫോട്ടോസ് പുറത്ത് നിന്നൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരു വൈൻ ടോസ്റ്റിങ്ങും കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഹോട്ട് എയർ ബലൂൺ ഫ്ലൈറ്റും ഓരോ അഡ്വഞ്ചറാണല്ലോ. അപ്പോൾ സേഫായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു പതിവാണെന്ന് തോന്നുന്നു. അങ്ങനെ വൈനൊക്കെ ടോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഓരോ പീസ് കേക്കൊക്കെ കഴിച്ച്, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സർട്ടിഫിക്കറ്റൊക്കെ തന്നു ഇങ്ങനെ ഹോട്ട് എയർ ബലൂൺ ചെയ്തതിൻ്റെ. അതെല്ലാം മേടിച്ച് ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് പോന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി ടർക്കിക്ക് പോകുന്നുണ്ടെങ്കിൽ കാപ്പഡോക്കിയയിൽ പോയി ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.